Hi friends, Indian Economy 9th chapter നോട്ട് തരാണ്. എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പരിസ്ഥിതിയും സുസ്ഥിര വികസനവും. ഇതിലാദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? പരിസ്ഥിതി എന്താണ്? എൻവയോൺമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ആൻഡ് ദി ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. പ്രകൃതിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും പരിസ്ഥിതിയാണ്. മൊത്തം നമ്മളുടെ ലോകത്ത് കാണുന്ന എല്ലാ ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്? പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? ഇത് മുൻവർഷങ്ങളൊക്കെ ചോദ്യം വന്നാണ്, പ്രധാനപ്പെട്ടാണ്. പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്? ഒന്ന്, ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്, വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടൊരു ധർമ്മം. വിഭവങ്ങൾ, ജീവികൾക്ക് ജീവിക്കാനുള്ള വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഓൾ റിസോഴ്സസ് ആർ സപ്ലൈഡ് ബൈ ദി എൻവയോൺമെൻറ്റ്. ദേ ആർ റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. എല്ലാ വിഭവങ്ങളും സപ്ലൈ ചെയ്യുന്നത് പ്രകൃതിയാണ്. പുതുക്കാവുന്ന വിഭവങ്ങളുണ്ട്, പുതുക്കാൻ പറ്റാത്ത വിഭവങ്ങളുണ്ട്. പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങളുണ്ട്, പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത വിഭവങ്ങളുണ്ട്. രണ്ടാമത്, ഇറ്റ് അസിമിലേറ്റ് വേസ്റ്റ്, വേസ്റ്റിനെ ശാംശീകരിക്കുന്നു എന്നുള്ളതാണ്. വേസ്റ്റിനെ നശിപ്പിക്കുന്നു. ഇറ്റ് അസിമിലേറ്റ് വേസ്റ്റ്. ഇറ്റ് അസിമിലേറ്റ് വേസ്റ്റ്, വേസ്റ്റിനെ ശാംശീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റുകൾ. Third one, it sustains life by providing genetic and biodiversity. ജീവൻ നിലനിർത്തുന്നു എന്നതാണ് പരിസ്ഥിതിയുടെ മറ്റൊരു ധർമ്മം. പ്രകൃതിയിൽ, ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത് പരിസ്ഥിതിയാണ്. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ് ലൈക്ക് സീനറി, ഫ്ലവേഴ്സ്, മൗണ്ടൈൻസ്, റിവേഴ്സ് എക്സെട്ര. പരിസ്ഥിതി ഒരു സൗന്ദര്യ അനുഭൂതി നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു ധർമ്മം. എസ്തെറ്റിക് സർവീസസ്, സൗന്ദര്യ അനുഭൂതി. ഇതിലാണ് വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്, ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. ഇനി വേറൊരു ആശയമാണ് ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി, ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. താങ്ങാനുള്ള ശേഷിയും ഉൾക്കൊള്ളാനുള്ള ശേഷിയും എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ക്യാരിയിങ് കപ്പാസിറ്റി, താങ്ങാനുള്ള ശേഷി. ക്യാരിയിങ് കപ്പാസിറ്റി മീൻസ് റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് എൻവയോൺമെൻറ്റ് ടു റീജനറേറ്റ് റിസോഴ്സസ്. വിഭവങ്ങളെ പുനരുൽപ്പാദിപ്പിക്കാനുള്ള പരിസ്ഥിതിയുടെ ശേഷിയാണ് താങ്ങാനുള്ള ശേഷി എന്ന് പറയുന്നത്. ക്യാരിയിങ് കപ്പാസിറ്റി, വിഭവങ്ങളെ പുനരുൽപ്പാദിപ്പിക്കുക, വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുക, അതാണ് carrying capacity. ഇനി absorptive capacity. Absorptive capacity is the ability of environment to absorb degradation. പരിസ്ഥിതി നാശം തടയാനുള്ള പരിസ്ഥിതിയുടെ ശേഷിയാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. Both the capacity reduces and causes environmental crisis. ഈ രണ്ട് കപ്പാസിറ്റിയും, ക്യാരിയിങ് കപ്പാസിറ്റിയും അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിയും കുറയുന്നതിനനുസരിച്ച് പരിസ്ഥിതി പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഗ്ലോബൽ വാർമിംഗ്. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഫൈനൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഗ്ലോബൽ വാർമിംഗ്, കോസസ് ആൻഡ് കോൺസിക്വൻസസ്, കാരണങ്ങളും അനന്തരഫലങ്ങളും. ആഗോളതാപനം, കാരണങ്ങൾ, അനന്തരഫലങ്ങൾ. ഗ്ലോബൽ വാർമിംഗ്, causes and consequences. Global warming means increase in the average temperature of earth atmosphere. ഭൂമിയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഭൂമിയിലെ ശരാശരി ചൂട് വർദ്ധിക്കുക. ചൂട് കൂടാനുള്ള കാരണങ്ങൾ, ഗ്ലോബൽ വാർമിംഗ്, കോസസ്. Increase in GHGs, greenhouse gases,
ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതാണ് GHGs, ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതാണ്. അത് ഭൂമിയിൽ ചൂട് കൂടുതൽ ആഗിരണം ചെയ്യും. ചൂട് കൂടാൻ കാരണം അതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ, ഇതൊക്കെ ഹരിതഗൃഹവാതകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ്, GHGs. അപ്പോൾ ഇത് കൂടുതൽ ചൂട് ആഗിരണം ചെയ്യുന്നതാണ്. അപ്പം ചൂട് വർദ്ധിക്കും. Due to burning of fossil fuels like coal, petroleum, animal dung, etc. ഇതൊക്കെ കത്തിക്കുന്നതിനനുസരിച്ച്, ഫോസിൽ ഫ്യൂൽസ് ഒക്കെ കത്തിക്കുന്നതിനനുസരിച്ച് അത്രയും അത് ചൂട് വർദ്ധിപ്പിക്കുന്നതാണ്. അത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്നൊക്കെ അന്തരീക്ഷത്തിലേക്ക് കലരുന്നു. ഇതാണ് ചൂട് വർദ്ധിക്കാനുള്ള കാരണം. ഈ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? അനന്തരഫലങ്ങൾ. മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ഉരുകുന്നു, അല്ലെങ്കിൽ ധ്രുവപ്രദേശങ്ങൾ ഐസ് ഉരുകുന്നു എന്നുള്ളതാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നതാണ്, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു. ദെൻ റൈസിങ് ഓഫ് സീ ലെവൽ, വാട്ടർ ലെവൽ, കടൽ ജലനിരപ്പൊക്കെ ഉയരുന്നു. അത് വെള്ളപ്പൊക്കത്തിലേക്കൊക്കെ നയിക്കുന്നുണ്ടാവും. കോസ്റ്റൽ ഫ്ലഡിങ്, തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. എക്സ്റ്റൻഷൻ ഓഫ് മെനി സ്പീഷീസസ്, ചില വംശങ്ങളൊക്കെ നശിച്ചു പോകുന്നു, വംശനാശം സംഭവിക്കുന്നു ചില സ്പീഷീസ്. ഡ്രോട്ട്, വരൾച്ച ഉണ്ടാകുന്നു. സ്ട്രോം, കൊടുങ്കാറ്റുണ്ടാകുന്നു. ഇതൊക്കെയാണ് കോൺസിക്വൻസസ്. ആഗോളതാപനവും അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് ഇത്രയും. ആഗോളതാപനം, അനന്തരഫലങ്ങൾ. ഇനി അടുത്തതാണ് ഓസോൺ ഡിപ്ലീഷൻ. ഇനി ആഗോളതാപനം തടയാൻ വേണ്ടിയുള്ള സമ്മേളനം നടന്നുണ്ട്. അത് 2009 കോപ്പൻഹേഗൻ സമ്മിറ്റാണ് ഒന്ന്. ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക. അതുപോലെ തന്നെ ജപ്പാനിലെ ക്യോട്ടോയിലൊരു സമ്മേളനം നടന്നുണ്ട്. UN സമ്മിറ്റ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്നറിയപ്പെടുന്നു. 1997 പ്രധാനമായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറയ്ക്കുക, അതുപോലെ തന്നെ ആഗോളതാപനം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെയൊക്കെ ലക്ഷ്യം. ക്യോട്ടോ പ്രോട്ടോക്കോൾ, അതുപോലെ തന്നെ കോപ്പൻഹേഗൻ സമ്മിറ്റ്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ എന്ന സ്ഥലത്ത് വെച്ച് 2009 നടന്ന സമ്മേളനം. കോപ്പൻഹേഗൻ സമ്മിറ്റ്. ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആഗോളതാപനം കുറയ്ക്കുക. ഇനി അടുത്താണ് ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ പാളിയുടെ നാശം. ഓസോൺ പാളി നശിക്കുക. ഭൂമിക്ക് 12 മൈൽ ഉയരത്തിലുള്ള ഒരു പാളി, ഓസോൺ പാളി, അത് നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ്, നമ്മളുടെ അന്തരീക്ഷത്തെ സംരക്ഷിക്കുന്നതാണ്. ജീവികളെ സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ രശ്മികളൊക്കെ തടയുന്നതാണ്. ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ പ്രിവെൻറ്റ്സ് ദ സൺ harmful ultraviolet light from entering the Earth's atmosphere. ഈ ഓസോണാണ് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ രശ്മികളൊക്കെ തടയുന്നത്. CFCs are used in ACs, refrigerators, sprays, etc. Release CFCs, causing ozone depletion. ഓസോൺ നാശത്തിന് കാരണം CFC ആണ്, ക്ലോറോഫ്ലൂറോകാർബൺ. CFC, ക്ലോറോഫ്ലൂറോകാർബൺ. ഇത് AC-യിൽ നിന്ന് പുറത്തു വിടുന്നുണ്ട്. റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ്, സ്പ്രേ, ഇതിൽ നിന്നൊക്കെ പുറത്തു വിടുന്ന CFC, ക്ലോറോഫ്ലൂറോകാർബൺ. ഇതാണ് ഓസോൺ നാശത്തിന് കാരണം. അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? സ്കിൻ ക്യാൻസർ ഉണ്ടാവും, ഡാമേജ് ലിവിങ് ഓർഗാനിസംസ്, അക്വാറ്റിക് ഓർഗാനിസം, ജലജീവികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജീവികൾക്ക് പ്രയാസം ഉണ്ടാകുന്നത്, സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ അനന്തര ഫലങ്ങൾ. ഈ ഓസോൺ ഡിപ്ലീഷൻ തടയാൻ വേണ്ടി മോൺട്രിയൽ പ്രോട്ടോക്കോൾ, കാനഡയിലുള്ള മോൺട്രിയൽ എന്ന സ്ഥലത്തൊരു സമ്മേളനം നടന്നിരുന്നു. കാനഡ, മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്നറിയപ്പെടുന്നത്. ഓസോൺ പാളിയുടെ നാശം തടയാൻ വേണ്ടി CFCൻ്റെ യൂസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. ഓസോൺ ഡിപ്ലീഷന് ഒരു ചോദ്യസാധ്യതകളാണ്. ഇനി അടുത്തത്
സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ്. ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ അവസ്ഥ. ഇന്ത്യ പ്രകൃതി വിഭവ സമ്പന്നമായ രാജ്യമാണ്. ഇന്ത്യ is blessed by nature with abundant natural resources like rivers, forests, minerals, coastlines, mountains, quality soils and high level of biodiversity. ഇന്ത്യ വിഭവസമൃദ്ധമായ ഒരു രാജ്യമാണ്. നദികൾ, വനങ്ങൾ, മിനറൽസ്, ധാതുക്കൾ, ലവണങ്ങൾ, തീരപ്രദേശം, ഇങ്ങനെയൊക്കെ സമ്പന്നമായ രാജ്യമാണ്, വിഭവസമ്പന്ന രാജ്യം ഇന്ത്യ. ബട്ട് അവർ ഹ്യൂജ് ആൻഡ് ഗ്രോയിങ് പോപ്പുലേഷൻ ഈസ് എ മേജർ പ്രോബ്ലം. എന്നാൽ ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ച ഇന്ത്യയിൽ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Our huge and growing population is a major problem. This leads to environmental problems like water pollution, air pollution and land degradation, etc. ഇന്ത്യയിലെ ഈ ഉയർന്ന ജനസംഖ്യാ വളർച്ച ഇന്ത്യയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ കാരണമാണ്. ഇന്ത്യയിലെ വായുമലിനീകരണം, ജലമലിനീകരണം, മണ്ണിൻ്റെ നാശം, ലാൻഡ് ഡിഗ്രഡേഷൻ, മണ്ണിൻ്റെ അപചയം, ഇതിനൊക്കെ കാരണം അമിതമായ ജനസംഖ്യ ആണ്. ഈ അമിത ജനസംഖ്യയ്ക്ക് വിഭവങ്ങൾ ഒരുക്കുന്നതിനനുസരിച്ച് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളാണ് പറയുന്നത് ലാൻഡ് ഡീഗ്രഡേഷൻ, മണ്ണിൻ്റെ അപചയം, മണ്ണിൻ്റെ ക്വാളിറ്റി കുറയുന്നതാണ് ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. ലാൻഡ് ഡീഗ്രഡേഷൻ അഡ്വേഴ്സ്ലി എഫക്ട് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കോസസ്. ഭക്ഷ്യോൽപാദനത്തിനൊക്കെ വളരെയധികം കുറവ് വരുത്തുന്നതാണ് മണ്ണിൻ്റെ അപചയം. മണ്ണിൻ്റെ ക്വാളിറ്റി കുറയുന്നത് ഭക്ഷ്യോൽപാദനം കുറയ്ക്കും. ഇതിൻ്റെ കാരണങ്ങൾ കോസസ് ആർ ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, വനം നശീകരിച്ച് പുതിയ കൃഷി ചെയ്യുന്നത്, വെട്ടിത്തെളിച്ചിട്ട്, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കൂടുതൽ രാസവളങ്ങൾ പ്രയോഗിക്കുന്നത് മണ്ണിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്നു. ദെൻ എക്സസീവ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം കൂടുതൽ ഉപയോഗിക്കുന്നത്, യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഫോർ ബ്രിക്ക്, യൂസ് ഓഫ് ഫെർട്ടൈൽ സോയിൽ ഫോർ ബ്രിക്ക് ആൻഡ് ടൈൽ മേക്കിംഗ്, മേൽമണ്ണ് ടൈൽ മേക്കിങ്ങിനും അതുപോലെ തന്നെ ഇഷ്ടിക ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്നതാണ്. അതാണ് ലാൻഡ് ഡീഗ്രഡേഷൻ, മണ്ണിൻ്റെ നാശം. മണ്ണിൻ്റെ നാശം കാരണങ്ങൾ, അനന്തരഫലങ്ങൾ. ഭക്ഷ്യോൽപാദനം കുറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അടുത്തൊരു പരിസ്ഥിതി പ്രശ്നമാണ് എയർ പൊല്യൂഷൻ, വായുമലിനീകരണം. എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് വെൻ certain gases and particles are emitted into the air. Industries and vehicles emits many gases, carbon dioxide, carbon monoxide, sulfur dioxide, etc., which causes many diseases and early deaths. വായുമലിനീകരണം പ്രത്യേകിച്ചും വ്യവസായവൽക്കരണവും അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നുള്ള പുകയൊക്കെയാണ് പ്രധാനമായിട്ടും വായുമലിനീകരണത്തിന് കാരണമാകുന്നത്. ഈ വ്യവസായങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നൊക്കെ പുക, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളൊക്കെ പ്രകൃതിയിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് കലരുന്നു. ഇത് പല അസുഖങ്ങൾക്കും അതുപോലെ തന്നെ മരണത്തിനും കാരണമാകുന്നു. എയർ പൊല്യൂഷൻ ഇന്ത്യയിലെ മറ്റൊരു പരിസ്ഥിതി പ്രശ്നമാണ്. ഇനി അടുത്ത പരിസ്ഥിതി പ്രശ്നമാണ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. ജലമലിനീകരണം കൊണ്ട് കുറേ അസുഖങ്ങൾ ഉണ്ടാകുന്നു. ജലത്തിലൂടെ പല അസുഖങ്ങളും പകരുന്ന അസുഖങ്ങൾ, ഏകദേശം 10% രോഗങ്ങൾ ജലത്തിലൂടെ പകരുന്നതാണ്. വാട്ടർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ 3 ഫാക്ടേഴ്സ്. 3 കാരണങ്ങളുണ്ട് ജലമലിനീകരണത്തിന്. 3 കാരണങ്ങൾ. ഒന്ന് ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ, വീടുകളിൽ നിന്ന് ഒഴുക്കി വിടുന്ന വേസ്റ്റ് വാട്ടർ. ദെൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, വ്യവസായങ്ങളിൽ നിന്ന് ഇറക്കി വിടുന്ന മലിനജലം. ദെൻ അഗ്രികൾച്ചർ റൺ ഓഫ്, കൃഷി പ്രത്യേകിച്ചും രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി, അത് പ്രകൃതിയെ നശിപ്പിക്കുന്നു, വാട്ടർ അല്ലെങ്കിൽ ജല മലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പം ജലമലിനീകരണം പല ജലജന്യ രോഗങ്ങൾക്കും ഇത് കാരണമാണ്. 10% അസുഖങ്ങളും, മൊത്തം അസുഖങ്ങളിൽ 10% ജലജന്യ രോഗങ്ങളാണ്, ജലത്തിലൂടെ പകരുന്നതാണ്. വാട്ടർ പൊല്യൂഷൻ. ഈ പരിസ്ഥിതി നാശം തടയാൻ വേണ്ടിയുള്ള സംഘടനകളുണ്ട്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, പരിസ്ഥിതി സംരക്ഷണമായിട്ടുള്ള
ചിപ്കോ മൂവ്മെൻ്റ് ആണ്. ഹിമാലയങ്ങളിലെ വന സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് ചിപ്കോ മൂവ്മെൻറ്റ്. ആപ്പിക്കോ മൂവ്മെൻ്റ് ഉണ്ട്, അത് കർണാടകത്തിലെ മരങ്ങൾ നശിപ്പിക്കുന്നതിനെതിരെയുള്ള സംഘടനയാണ് ആപ്പിക്കോ മൂവ്മെൻറ്റ്. ചിപ്കോ മൂവ്മെൻറ്റ്, ആപ്പിക്കോ മൂവ്മെൻറ്റ്, ഇതൊന്ന് ഓർക്കണം. അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ വരുന്നതാണ്, 8 മാർക്കിനൊക്കെ എസ്എ ക്വസ്റ്റ്യനൊക്കെ വരുന്നതാണ്. സുസ്ഥിര വികസനം, സുസ്ഥിര വികസന തന്ത്രങ്ങൾ. ആദ്യം സുസ്ഥിര വികസനം എന്താണെന്ന് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. Sustainable development is environment friendly and development that sustain itself. UN defines sustainable development that meets the needs of the present generation without compromising the needs of the future generation. സുസ്ഥിര വികസനം മനുഷ്യനും പ്രകൃതിക്കും കുഴപ്പമില്ലാതെ ഉള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. മനുഷ്യനും പരിസ്ഥിതിക്കും കുഴപ്പമില്ലാതെയുള്ള, ഭാവി തലമുറയ്ക്ക് പ്രയാസമുണ്ടാക്കാതെയുള്ള വികസനം, അതാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. UN പറയുന്നത്, യുണൈറ്റഡ് നാഷൻസ് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് ഭാവി തലമുറയ്ക്ക് പ്രയാസമുണ്ടാക്കാതെയുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്നാണ്. ഇനി എഡ്വേർഡ് ബാർബിയർ പറയുന്നത് ദാരിദ്ര്യം കുറച്ചുകൊണ്ടുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്നാണ്. Edward Barbier defines sustainable development which directly concerns with the increasing the material standard of living of the poor at the grassroots level. ദാരിദ്ര്യം കുറയ്ക്കുക അല്ലെങ്കിൽ ദരിദ്രർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള വികസനം എന്നാണ് എഡ്വേർഡ് ബാർബിയർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്, ഭാവി തലമുറയ്ക്ക് പ്രയാസം ഉണ്ടാക്കാതെയുള്ള വികസനം. ഇനി സുസ്ഥിര വികസനത്തെ തന്ത്രങ്ങൾ. സുസ്ഥിര വികസനം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതാണ് സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെ ചെയ്താൽ നമുക്ക് വികസനം സുസ്ഥിരമാക്കാം, അല്ലെങ്കിൽ വികസനം പ്രകൃതിക്ക് നാശം ഉണ്ടാക്കാതെയുള്ള വികസനം എങ്ങനെ ഉണ്ടാക്കാം, അതാണ് അതിൻ്റെ തന്ത്രങ്ങൾ. സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഷുഡ് focus on prevention of environmental degradation by limiting the use of resources. The strategies are the following. സുസ്ഥിര വികസന തന്ത്രങ്ങളാണ്. 1. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. പാരമ്പര്യേതര ഊർജ്ജ മാർഗ്ഗങ്ങൾ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പാരമ്പര്യേതര ഊർജ്ജ മാർഗ്ഗങ്ങൾ പരിസ്ഥിതി മലിനീകരണം കുറവുള്ളതാണ്. Non-conventional energy sources are solar, wind, tidal, etc. are these non-conventional energy less pollutant. പരിസ്ഥിതിയെ മലിനീകരണം കുറയ്ക്കുന്നതാണ് പാരമ്പര്യേതര ഊർജ്ജ മാർഗ്ഗങ്ങൾ, അത് ഉപയോഗിക്കുക. സോളാർ, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഉണ്ടാക്കുന്നത്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കൽ, തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക, ഇതിനൊക്കെ കൂടുതൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇത് പരിസ്ഥിതിയെ നശിപ്പിക്കുന്നില്ല. അടുത്ത രണ്ടാമത്തത് യൂസ് ഓഫ് LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമപ്രദേശങ്ങളിൽ LPG ഉപയോഗിക്കുക എന്നുള്ളതാണ്. വിറകിന് പാചകത്തിന് വേണ്ടി LPG ഉപയോഗിക്കുക. LPG ഈസ് ക്ലീൻ ഫ്യൂവൽ ആൻഡ് റെഡ്യൂസസ് ഹൗസ് ഹോൾഡ് പൊല്യൂഷൻ. വീട്ടിൽ നിന്നുള്ള പൊല്യൂഷൻ, പരിസ്ഥിതി നാശം തടയുന്നതാണ് LPG. വിറകുകളൊക്കെ കൂടുതൽ നാശം ഉണ്ടാക്കുന്നതാണ്, പരിസ്ഥിതി നാശം ഉണ്ടാക്കുന്നതാണ്. ഗോബർ ഗ്യാസ് ഈസ് എ റിന്യൂവബിൾ റിസോഴ്സസ്. ദ സ്ലറി ലെഫ്റ്റ് ആഫ്റ്റർ ഗ്യാസ് പ്രൊഡക്ഷൻ ഈസ് വെരി ഗുഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ. അപ്പോൾ ഗോബർ ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഈ വിറക് കത്തിക്കുന്നതിനേക്കാൾ മലിനീകരണം കുറവാണ്. അതുപോലെ തന്നെ ഈ ഗോബർ ഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ലറി ഉണ്ട്, അത് വീണ്ടും വളമായിട്ട് ഉപയോഗിക്കാം. അടുത്തത് യൂസ് ഓഫ് CNG ഇൻ അർബൻ ഏരിയാസ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG. വാഹനങ്ങൾ CNG ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു തന്ത്രം. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഇത് മലിനീകരണം കുറവാണ്. യൂസ് ഓഫ് CNG ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം റെഡ്യൂസസ് എയർ പൊല്യൂഷൻ. CNG ഈസ് യൂസ്ഡ് ഇൻ
പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻ ഡൽഹിയിലൊക്കെ CNG ആണ് വാഹനങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, പ്രകൃതി വാതകം. ദെൻ യൂസ് ഓഫ് വിൻഡ് എനർജി, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കുന്നതാണ്. വിൻഡ് എനർജി ഈസ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് പൊല്യൂഷൻ ഫ്രീ. ഈസ് എ റിന്യൂവബിൾ എനർജി സോഴ്സ്. വികസനത്തിന് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കുക എന്നതാണ്. ദെൻ യൂസ് ഓഫ് സോളാർ എനർജി, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ഓൾസോ റിന്യൂവബിൾ ആൻഡ് പൊല്യൂഷൻ ഫ്രീ. ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ photovoltaic cells used for cooking, water heating, lighting, etc. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കാം വികസനത്തിന് വേണ്ടി. ദെൻ മിനി ഹൈഡൽ പ്രോജക്ട്സ്, ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗിക്കുക. മിനി ഹൈഡൽ പ്രോജക്ട്സ്, they do not destroy the environment and also capital expenditure is very low. പരിസ്ഥിതിയെ നശിപ്പിക്കാതെയാണ് മിനി ജലവൈദ്യുത പദ്ധതികൾ. അടുത്ത് ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസ്, യൂസ് ഓഫ് ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസ്. പരമ്പരാഗത അറിവുകൾ ഉപയോഗിക്കുകയാണ് വികസനത്തിന്. പരമ്പരാഗത അറിവുകൾ ഉപയോഗിക്കുക വികസനത്തിന് പരമ്പരാഗത അറിവുകൾ ഉപയോഗിക്കുകയാണ്. ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. ട്രഡീഷണൽ നോളജ് വാസ് എക്കോ ഫ്രണ്ട്ലി. It can be used in agriculture, health, housing, transport, etc. For example, use of Ayurveda, Unani for healthcare. പരമ്പരാഗത അറിവുകൾ പരിസ്ഥിതിയെ നശിപ്പിക്കാത്തതാണ്. ആരോഗ്യ മേഖലയിലും കൃഷിയിലെല്ലാം പരമ്പരാഗത അറിവുകൾ ഉപയോഗിക്കാം. ദെൻ ഓർഗാനിക് ഫാമിംഗ്, പരിസ്ഥിതിയെ നശിപ്പിക്കാതെയുള്ള കൃഷിയാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സുസ്ഥിര വികസനത്തിന് ഏറ്റവും അത്യാവശ്യമാണ് പരിസ്ഥിതിയെ നശിപ്പിക്കാതെയുള്ള, രാസവളങ്ങൾ ഉപയോഗിക്കാതെയുള്ള, ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി. അതാണ് ഓർഗാനിക് ഫാമിംഗ്. ഇതിൻ്റെ ഓർഗാനിക് ഫാമിംഗ് ഗുണങ്ങൾ ദോഷങ്ങളൊക്കെ നമ്മൾ വേറെ പഠിച്ചാണ്. അപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും അതുപോലെ തന്നെ സുസ്ഥിര വികസനത്തിനും ജൈവ കൃഷി ഏറ്റവും അനുയോജ്യമാണ്. ഓർഗാനിക് ഫാമിംഗ്. ദ 2 important elements of organic farmings are, first one bio-composting and the second one bio-pest control. എല്ലാം ജൈവ കൃഷി, ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ജൈവ കൃഷി എന്ന് പറയുന്നത്. ഇത് പരിസ്ഥിതി സൗഹൃദമാണ്, പരിസ്ഥിതിയെ നശിപ്പിക്കാത്തതാണ്. ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ. ഇത്രയാണ് സുസ്ഥിര വികസന തന്ത്രങ്ങൾ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത്രയാണ് നമ്മൾ 9th ചാപ്റ്റർ എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.